കോൺവെർസേഷൻസിൻ്റെ മറ്റൊരു സെഗ്മെൻറ്റിലേക്ക് സ്വാഗതം ഫ്രം ദ 973 ഷോ. ഈ സെഗ്മെൻറ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് റമദാൻ കണക്റ്റ്. അതായത് സോഷ്യലി കമ്മിറ്റഡ് ആയിട്ടുള്ള ഒരു വലിയൊരു ജനസമൂഹം ഉള്ള ബഹ്റൈനിൽ ഈ മാസം അതിനെന്തെങ്കിലും പ്രത്യേകതയുണ്ടോ, അല്ലെങ്കിൽ അവർ കാണുന്ന ഡിഫറൻസസ് എന്തൊക്കെയാണ്? യെസ്, യു ഗോൺ ടു ടോക്ക് ടു വൺ ഓഫ് ദി പ്രോമിനൻറ്റ് സോഷ്യൽ വർക്കർ എന്ന് തന്നെ ഞാൻ പറയും, ബട്ട് ഹീ ഈസ് എ ലീഡർ, നിസാർ കൊല്ലം. നിസാർ, വെരി ഹാപ്പി ടു ഹാവ് യു. ഞാൻ പറഞ്ഞതുപോലെ ബഹ്റൈനിലെ സാമൂഹ്യ സേവന രംഗത്ത് ആദ്യത്തെ ഒരു 10 പേരെയൊക്കെ ലിസ്റ്റ് ചെയ്താൽ അതിൽ വരുന്ന ഒരു വ്യക്തിയാണ് നിസാർ. അപ്പോൾ സോഷ്യൽ വർക്ക് ഈസ് എ പാർട്ട് ആൻഡ് പാർസൽ ഓഫ് യുവർ ലൈഫ്. ഇപ്പോൾ ഈ റമദാൻ കോൺവെർസേഷൻസിൽ നമ്മൾ സംസാരിക്കുമ്പോൾ ഈ സോഷ്യൽ വർക്കിന് ഈ ഒരു മാസം എന്തെങ്കിലും ഒരു ഡിഫറൻസ് തോന്നാറുണ്ടോ? കാരണം ഈ മാസം എല്ലാത്തിനും ഒരു ഹൈപ്പ് കൊടുക്കുന്ന ഒരു മാസമാണ്. നമ്മൾ ഈ സംസാരിച്ചവരെല്ലാം പറയുന്ന ഒരു സ്പെഷ്യൽ കണക്ഷൻ വിത്ത് യുവർ മേക്കർ ഉണ്ടാക്കുന്ന ഒരു മാസം, സെൽഫ് ഡിസിപ്ലിൻ ഉള്ളൊരു മാസം, ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞും കണ്ടും ചെയ്യുന്ന ഒരു മാസം. സോഷ്യൽ വർക്കിൽ ഇതെങ്ങനെയാണ് നിസാറിന് ഫീൽ ചെയ്തിട്ടുള്ളത്? ആദ്യമായിട്ട് വളരെയധികം നന്ദിയുണ്ട് ഈ ഷോയിലേക്ക് എന്നെ ക്ഷണിച്ചതിൽ. തീർച്ചയായിട്ടും റമദാൻ മാസം ഒരു പ്രത്യേകം നിറഞ്ഞ മാസം തന്നെയാണ്. ലോകത്തുള്ള വിശ്വാസികൾ റമദാൻ നോമ്പെടുക്കുന്ന സമയം പ്രത്യേകിച്ച് ഒരു 4 കാര്യങ്ങളെ ആസ്പദമാക്കിയാണ് നോമ്പെടുക്കുന്നത്. ഒന്ന് ഉപവാസം, പ്രാർത്ഥന, ധ്യാനം, അതോടൊപ്പം തന്നെ സഹാനുഭൂതി. ഈ 4 കാര്യങ്ങളാണ് പ്രധാനമായിട്ടും വിശ്വാസികൾ ഏറ്റെടുക്കുന്നത്. ഇതിൽ ഉപവാസം എന്ന് പറയുന്നത് ഭക്ഷണപാനീയങ്ങൾ ഉപേക്ഷിക്കുക എന്നുള്ളത് മാത്രമല്ല, അയാളുടെ ഇച്ഛ, ശരീരത്തിൻ്റെ ഇച്ഛയെല്ലാം വർജിച്ചുകൊണ്ട് ഡിസിപ്ലിൻ വരുത്തുക എന്നുള്ളത്. പിന്നീട് പ്രാർത്ഥനയാണ്, മറ്റൊന്ന് ധ്യാനം, പിന്നൊന്ന് സഹാനുഭൂതി. ഈ സഹാനുഭൂതിക്കകത്താണ് യഥാർത്ഥത്തിൽ ഒരു സാമൂഹിക പ്രവർത്തനം നിലനിൽക്കുന്നത്. പ്രത്യേകിച്ച് ബഹ്റൈനെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ നമ്മൾ അധിവസിക്കുന്ന ഈ നാടിനെ സംബന്ധിച്ചിടത്തോളം നിരവധിയായ പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്ന മനുഷ്യരുണ്ട്, പ്രവാസികൾ. അപ്പോൾ അവർക്കൊക്കെ ഏറ്റവും കൂടുതൽ പ്രയോജനം ചെയ്യുന്ന, അല്ലെങ്കിൽ അവരെയൊക്കെ ഏറ്റവും കൂടുതൽ ഇതിലേക്ക് അടുപ്പിക്കുന്ന, നമുക്ക് അവരിലേക്ക് എത്താൻ പറ്റുന്ന ഒരു സമയമാണ് റമദാൻ മാസം എന്ന് പറയുന്നത്. ഈ സമയത്ത് വളരെ പാർശ്വവൽക്കരിക്കപ്പെട്ട, അരികുവൽക്കരിക്കപ്പെട്ട, അല്ലെങ്കിൽ താഴെത്തട്ടിൽ ജോലി ചെയ്യുന്ന ആളുകളെയൊക്കെ നേരിട്ട് കാണാനും അവരുടെ പ്രശ്നങ്ങളെ മനസ്സിലാക്കാനും ഒക്കെ നമ്മളെ സ്പിരിച്വലി നമുക്ക് കൂടുതൽ പ്രചോദനം ചെയ്യുന്ന ഒരു സമയമാണ് റമദാൻ മാസം എന്ന് പറയുന്നത്. അപ്പോൾ ഈ രീതിയിൽ സാമൂഹ്യ പ്രവർത്തനത്തിൽ വളരെയധികം പ്രയോജനം ചെയ്യുന്ന, അല്ലെങ്കിൽ നമുക്ക് കൂടുതൽ മോട്ടിവേഷൻ കിട്ടുന്ന ഒരു മാസത്തിലാണ് നമ്മൾ നിലകൊള്ളുന്നത്. പ്രത്യേകിച്ച് എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, ഞാൻ അങ്ങനെ ഒരു ഫാമിലിയിൽ നിന്ന് വരുന്നൊരു വ്യക്തിയാണ്. എൻ്റെ പിതാവ് സാമൂഹ്യ പ്രവർത്തനം തന്നെയാണ്, രക്തത്തിൽ അലിഞ്ഞു ചേർന്ന വ്യക്തിയായിരുന്നു. അപ്പോൾ എനിക്കും ആ ഒരു ചെറിയ പ്രായം തൊട്ടേ ഈ ഒരു സാമൂഹ്യ പ്രവർത്തനം അല്ലെങ്കിൽ മനുഷ്യരിലേക്ക് ഇറങ്ങി ചെല്ലുക എന്ന ആ ഒരു ചിന്തയായിരുന്നു. അങ്ങനെയാണ് ഈ ഒരു മേഖലയിലേക്ക് എത്തുകയും ധാരാളമായ ആളുകളെ ഈ പ്രായത്തിനിടയ്ക്ക് കാണാനും അവരെയൊക്കെ പല രീതിയിൽ സഹായിക്കാനും ഒക്കെ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും റമദാൻ മാസം ഇതിനെല്ലാം നമുക്ക് പ്രചോദനം നൽകുന്ന ഒരു മാസം തന്നെയാണ്. തീർച്ചയായിട്ടും അതൊരു പുണ്യമാസം തന്നെയാണ്. കാരണം ഹോൾ അറ്റ്മോസ്ഫിയർ ചേഞ്ച് ചെയ്യും. കുറച്ചും കൂടിയുള്ള അതുവരെ ചെയ്യാൻ നിങ്ങളെപ്പോലുള്ള ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് കുറച്ചുകൂടി ഒരു പ്രചോദനം ഉണ്ടാകുക എന്ന് പറയുന്നത് അത് എല്ലാവർക്കും അതൊരു. ഈ സമയങ്ങളിൽ നമ്മൾ ആർക്കെങ്കിലും എന്തെങ്കിലും സഹായങ്ങൾ ആവശ്യപ്പെടുകയാണെങ്കിൽ ചിലർക്ക് കൊടുക്കാൻ വേണ്ടി പെട്ടെന്ന് അത് ലഭിക്കുന്ന ഒരു സമയമാണ്. ആരും നോ പറയുന്നത് ചിന്തിക്കാതെ ചെയ്യുന്ന ഒരു സമയം. തീർച്ചയായിട്ടും അത് പറയുമ്പോഴാണ് ബഹ്റൈൻ, അല്ലെങ്കിലും നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ സാമൂഹ്യ സേവകർ ഒരുപാട് പേരാണ്. എന്താവശ്യം എന്ന് പറഞ്ഞാൽ എല്ലാവരും ഒത്തൊരുമിച്ച് ഒരു ആവശ്യത്തിന് കൂട്ടാൻ, പ്രത്യേകിച്ചും മലയാളികളുടെ ഇടയിലും ഇന്ത്യൻസിൻ്റെ ഇടയിലും, ഞാൻ ഡിഫറൻഷിയേറ്റ് ചെയ്ത് പറയുന്നതല്ല എങ്കിൽ പോലും അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ നിസാറിൻ്റെ, എനിക്ക് തോന്നുന്നൊരു 10-15 വർഷത്തോളമായി അല്ലേ ബഹ്റൈനിൽ, നിസാറിൻ്റെ ഒബ്സർവേഷനിൽ ഈ ഒരുമ, അല്ലെങ്കിൽ ജാതി മത ഭേദമന്യേ എല്ലാവരും ഒരുമിച്ച് നിന്ന് ചെയ്യുന്ന ഈ സോഷ്യൽ സർവീസിൻ്റെ ഈ റമദാൻ മാസത്തിൽ അതെങ്ങനെയാണ്? ഹൗ ഡു യു ഒബ്സർവ്? അവിടെ എന്തെങ്കിലും വ്യത്യാസം കാണാറ്? തീർച്ചയായിട്ടും എനിക്ക് വളരെ സ്പെസിഫിക് ആയിട്ട് പറയാൻ കഴിയുന്നത്, പ്രത്യേകിച്ച് നമ്മുടെ ഈ സ്വാർത്ഥമായ ഒരു ലോകത്ത് മനുഷ്യരെല്ലാം അണുകുടുംബത്തിലേക്ക് പോകുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പോൾ. അവനവൻ എന്ന് മാത്രം ചിന്തിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഈ സമയത്ത് ഇത്തരം ഈ റമദാൻ മാസത്തിലെ കൂടിച്ചേരുകൾക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്.
ഈ സമയത്ത് നമ്മൾ ഈ ആളുകളെല്ലാം ക്ഷണിക്കുമ്പോൾ അവിടെ ഏതെങ്കിലും തരത്തിലൊരു വേർതിരിവില്ലാതെ എല്ലാവരെയും ഒരുമിച്ചിരുത്തി ഒരേ സമയത്ത് ഒരു ബാങ്ക് കേൾക്കുമ്പോൾ ഒരേ സമയത്ത് ഭക്ഷണം കഴിക്കുക, ഒരേ ഭക്ഷണം കഴിക്കുക, എല്ലാവരും ഒരേ രീതിയിൽ ചിന്തിക്കുക, പരസ്പരം സ്നേഹം പങ്കിടുക, സന്തോഷം പങ്കിടുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അത് വലിയൊരു കാര്യം തന്നെയാണ്. നമ്മുടെ സാമൂഹ്യ പ്രവർത്തന രംഗത്ത് ഞാൻ പറയുന്ന റമദാൻ മാത്രമല്ല, ഈ പറയുന്ന ആഘോഷ രാവുകളിൽ പ്രത്യേകിച്ച് ഓണവും വിഷുവും ക്രിസ്മസും ഒക്കെ വരുന്നതോടൊപ്പം തന്നെ ഈ രീതിയിൽ റമദാൻ മാസത്തിന്റെ പ്രത്യേകത ഒരു സ്പിരിച്വലി ആത്മീയമായിട്ട് ആളുകളുടെ ഇടയിൽ ഒരു കാരണവശാലും ഒരു ഹേറ്റ്, ഒരു വെറുപ്പ് ഉണ്ടാകുന്നില്ല, വിദ്വേഷം ഉണ്ടാകുന്നില്ല. തീർച്ചയായിട്ടും ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് പുതിയ തലമുറ, യങ് ജനറേഷൻസ് മറ്റ് മേഖലകളിലേക്കൊക്കെ പോകുന്ന ചെറുപ്പക്കാർക്ക് ഇത്തരം കൂടിച്ചേരലിലേക്ക് അവരെയൊക്കെ കൊണ്ടുവന്ന് അവർക്കൊക്കെ ഇതൊരു ഒരു ഉദാഹരണമാക്കി, ഒരു മാതൃകയാക്കി കാണിച്ചു കൊടുക്കാൻ കഴിയുന്നതാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഏകദേശം 30 ദിവസമാണ് നോമ്പുള്ളത്. ഈ 30 ദിവസം ഇഫ്താറുകൾ സംഘടിപ്പിക്കാറുണ്ട്. ഇഫ്താറുകളിലും നോമ്പ് തുറയും തമ്മിൽ വ്യത്യാസമുണ്ട്. സാധാരണ നോമ്പ് തുറയെന്ന് പറഞ്ഞാൽ വിശ്വാസികൾക്ക് വേണ്ടി മാത്രമുള്ളതാണ്. പക്ഷേ ഇഫ്താർ സംഗമങ്ങൾ തീർച്ചയായിട്ടും മറ്റ് മതസ്ഥരെയും കൂടെ, മുസ്ലിങ്ങളല്ലാത്തവരെയും കൂടെ പങ്കെടുപ്പിച്ചുകൊണ്ട്, പ്രത്യേകിച്ച് ഏതെങ്കിലും തരത്തിലുള്ള ദേശമോ വർണ്ണമോ ഒന്നും വ്യത്യാസമില്ല, എല്ലാവരെയും പങ്കെടുപ്പിച്ചുകൊണ്ട് ഈ മതത്തിൻ്റെ പുറകെ നിന്നുകൊണ്ട്, മതത്തിനെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു സ്നേഹം, സന്തോഷം, സൗഹൃദം, കരുതൽ ഒക്കെ പങ്കുവെക്കാൻ പറ്റുന്ന, അവരെയൊക്കെ കൂടെയൊക്കെ കേൾക്കാൻ പറ്റുന്ന ഒരു സമയമായിട്ടാണ് ഇഫ്താറിനെ കാണുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള സാമൂഹികമായിട്ടുള്ള കൂടിച്ചേരലുകൾ, അത് ഏത് ആഘോഷമായാൽ തന്നെയും പ്രത്യേകിച്ച് റമദാൻ മാസത്തിൽ ഇത്തരം സാമൂഹികമായ കൂടിച്ചേരലുകൾ സമൂഹത്തിൽ ഐക്യവും അതോടൊപ്പം സ്നേഹവും ഒക്കെ കൊണ്ടുവരും എന്നുള്ളത് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പം നിസാർ പറഞ്ഞ ഒരു പോയിന്റ്, യങ്ങർ ജനറേഷൻ. അപ്പോൾ അതിൽ നിന്നുള്ളൊരു ചോദ്യം എൻ്റെ മനസ്സിലേക്ക് വന്നാണ്, ആസ് സീനിയേഴ്സ്, നിങ്ങളെപ്പോലുള്ള ലീഡേഴ്സിന് ഈ ഒരു സമയം നിങ്ങൾ അതിനെ ഒരു റമദാൻ എല്ലാത്തിനും ഒരു തുടക്കം കൊടുക്കുന്ന മാസമാണെന്ന് പല എക്സ്പേർട്സും സംസാരിച്ചു. ചിലർക്കത് പിന്നെ ഡയറ്റ് കൺട്രോളിനൊരു തുടക്കം, ചിലർക്ക് സ്മോക്കിംഗ് വിട്ടുകളയാനൊരു തുടക്കം, ചിലർക്ക് എക്സസൈസ് ചെയ്യാനുള്ളൊരു തുടക്കം, അങ്ങനെയല്ലേ? അപ്പോൾ ഒരു സോഷ്യൽ പോയിന്റ് ഓഫ് വ്യൂ, ഒരു സാമൂഹ്യ പ്രവർത്തകൻ എന്ന നിലയ്ക്ക് ലീഡേഴ്സ് ഓഫ് സോഷ്യൽ വർക്കേഴ്സ്, ഈ യങ്ങർ ജനറേഷന് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു തുടക്കം എന്തായിരിക്കും? തീർച്ചയായിട്ടും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് തുടങ്ങേണ്ടത് കുടുംബത്തിൽ നിന്നായിരിക്കണം. തീർച്ചയായിട്ടും നമ്മൾ ഈ കഴിഞ്ഞ സമയങ്ങളിലെല്ലാം വീട്ടിൽ വളരെ ഇൻടോളറൻസ് ആയിട്ട് പെരുമാറുന്ന ധാരാളം രക്ഷകർത്താക്കളുണ്ട്. കുട്ടികളോട് ദേഷ്യപ്പെടുക, ചെറിയ കാര്യത്തിനും ദേഷ്യപ്പെടുന്ന സമയമുണ്ട്. പക്ഷെ എൻ്റെ ഒരു അനുഭവത്തിൽ ഈ റമദാൻ വരുന്നതോടുകൂടി നമ്മളെല്ലാവരും നോമ്പുകാരൻ എന്ന് പറയുന്ന ഒരു ലേബൽ ഉണ്ടാക്കിയെടുക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ഭാഗത്ത് നിന്ന് ദേഷ്യം, കോപം നമ്മുടെ ഭാഗത്ത് നിന്ന് നഷ്ടപ്പെടുകയാണ്. അപ്പോൾ കുട്ടികളോട് വളരെ സ്നേഹത്തോടു കൂടിയായിരിക്കും നമ്മൾ ഇടപെടുന്നത്. വീട്ടിൽ നിന്നായിരിക്കും ഇത് തുടങ്ങേണ്ടത്. അപ്പോൾ നമുക്ക് ആ വീട്ടിൽ നിന്ന് കുട്ടികളെയും കൂടി നോമ്പ് തുറയുടെ സ്ഥലത്തേക്ക് കൊണ്ടുവരിക, അല്ലെങ്കിൽ ലേബർ ക്യാമ്പുകളിലേക്ക് കൊണ്ടുപോവുക, അങ്ങനെ അവരെ ഇത് പരിശീലിപ്പിച്ചെടുക്കുക. ഇങ്ങനെയൊക്കെയാണ് ലോകമെന്ന് അവരെ പരിശീലിപ്പിച്ചെടുക്കുക. യങ് ജനറേഷനടുത്ത് എനിക്ക് പറയാനുള്ളത്, ഈ സാമൂഹിക കൂടിച്ചെല്ലുകളിലേക്ക് അവരെ എത്തിക്കപ്പെടുക. ഇപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോൾ ഈ ഡ്രഗ്സ് അങ്ങനെയൊക്കെയുള്ള മേഖലകളിലേക്ക് കുട്ടികൾ പോകുന്നത് എന്തെങ്കിലും അവർക്ക് വിദ്യാഭ്യാസത്തിന്റെ കുറവോ അതല്ലെങ്കിൽ അവർക്ക് വിവേചനത്തിന്റെ കുറവോ കൊണ്ടല്ല, പക്ഷെ കൂടിച്ചേരലിന്റെ അവസരങ്ങൾ നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ കൂടിച്ചേരലിന്റെ അവസരങ്ങളിലേക്ക് അവരെ കൊണ്ടുവരിക എന്നുള്ളതാണ് സാമൂഹ്യ പ്രവർത്തകരും അതുപോലുള്ള ഭരണാധികാരികളും ഒക്കെ ചെയ്യേണ്ടത്. അവരെയൊക്കെ നമ്മളുടെ ഒരു ഭാഗമാക്കിക്കൊണ്ട് നമ്മൾ ചെയ്യുന്ന ജോലിയുടെ ഒരു ഭാഗം അവരെയും കൂടി ആക്കുക. ഉദാഹരണത്തിന് നോമ്പ് തുറ വെക്കുമ്പോൾ ഇഫ്താറിന്റെ പ്രവർത്തനങ്ങളിൽ അവരെയും കൂടി പങ്കെടുപ്പിക്കുക. ആർക്കൊക്കെ ഭക്ഷണം കൊടുക്കുക, അവരെയും കൂടെ വോളണ്ടിയേഴ്സ് ആക്കി മാറ്റുക. അപ്പൊ അങ്ങനെ മാറ്റിക്കൊണ്ട് അവരെ സമൂഹത്തിന്റെ ഭാഗമാക്കി മാറ്റുകയാണെങ്കിൽ തീർച്ചയായിട്ടും പുതിയ തലമുറ ഈ മറ്റ് പ്രവണതകളിൽ നിന്നും, മോശമായ പ്രവണതകളിൽ നിന്നും നമുക്ക് അവിടെ തടയാൻ കഴിയും. തീർച്ചയായിട്ടും. ഈ ഒരു ടോക്കിൻ്റെ അവസാനത്തിലേക്ക് വരുമ്പോൾ ഇത് ചോദിക്കാതെ പറ്റില്ല. ഇങ്ങനെയുള്ള കൂട്ടായ്മകൾ മാത്രമല്ല, റമദാൻ മാസത്തിലല്ല, എപ്പോഴും സോഷ്യൽ സർവീസിനിടയ്ക്ക് അല്ലെങ്കിൽ സോഷ്യൽ വർക്കിനിടയ്ക്ക് ചലഞ്ചസ് ഉണ്ടാകുമല്ലോ അല്ലേ? പ്രത്യേകിച്ചും ഈ മാസത്തിൽ അങ്ങനെ എന്തെങ്കിലും പ്രത്യേകതയായിട്ടുള്ള? റമദാൻ മാസത്തിൽ അങ്ങനെ ഒരു ചലഞ്ച് കുറച്ചുകൂടി ഈസി ആണെന്ന് തോന്നുന്നല്ലേ? പറഞ്ഞതുപോലുള്ള ഞാൻ പറഞ്ഞതുപോലെ മറ്റ് മാസങ്ങളെ അപേക്ഷിച്ച് റമദാൻ മാസത്തിൽ സപ്പോർട്ടൊക്കെ വളരെ വേഗം വരും. സമൂഹത്തിൽ നിന്ന് നല്ലൊരു സപ്പോർട്ട് കിട്ടും. പ്രത്യേകിച്ച് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം സക്കാത്ത് എന്ന് പറയുന്ന ഒരു സമ്പ്രദായമുണ്ട്. അവരുടെ ഒരു വർഷത്തെ സമ്പാദ്യത്തിന്റെ ഇത്ര ശതമാനം സക്കാത്ത് നിർബന്ധിതമാണ്. അപ്പോൾ ഈ സക്കാത്ത് തന്നെ വെച്ചേക്കുന്നത് സമൂഹത്തിന്റെ ദാരിദ്ര്യത്തെ ഇല്ലായ്മ ചെയ്യുക എന്നുള്ളതാണ്. അത് ഭക്ഷണം മാത്രമല്ല, എല്ലാ കാര്യത്തിലും. ഉദാഹരണത്തിന് സാധാരണ ആളുകൾ ഇത് കേൾക്കുന്നത് ഭക്ഷണം കൊടുക്കുക അല്ലെങ്കിൽ പൈസ കൊടുക്കുക എന്നുള്ളതാണ്. പക്ഷെ അത് മാത്രമല്ല, വിദ്യാഭ്യാസമായ സഹായങ്ങൾ കൊടുക്കുക. വിദ്യാഭ്യാസത്തിൽ മുന്നിൽ നിൽക്കുന്ന കുട്ടികളെ, എന്നാൽ അവർ സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുകയാണെങ്കിൽ അവരെ ഉയർത്തി കൊണ്ടുവരിക. അതുകൊണ്ട് വീട് നിർമ്മിച്ചു കൊടുക്കുക, അതിന് വിവാഹത്തിന് വേണ്ടിയുള്ള സഹായങ്ങൾ ചെയ്യുക. അങ്ങനെ പൊതുവായിട്ടുള്ള
ലോകത്തുള്ള എല്ലാ സാമൂഹികമായിട്ടുള്ള എല്ലാ പിന്നാക്കാവസ്ഥയിൽ നിന്നും അവരെ ഉയർത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള ഒരു സമ്പ്രദായമാണ് സക്കാത്ത് എന്ന് പറയുന്നത്. അപ്പോൾ ആ സക്കാത്ത് ഉണ്ടായതിൻ്റെ പേരിൽ പല ആവശ്യങ്ങൾക്ക് നമ്മൾ സമൂഹത്തിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ ധാരാളമായ സഹായങ്ങൾ വിവിധ തലങ്ങളിൽ നമുക്ക് ലഭിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു ചലഞ്ചസ് ഫേസ് ചെയ്യാറില്ല. എങ്കിലും ഉണ്ടാകുന്ന ചലഞ്ചസ് എന്ന് പറയുന്നത് ഒരു പക്ഷേ മനുഷ്യന്റെ മനസ്സിനകത്ത് ഈ അടുത്ത സമയത്ത് ഉരുണ്ടുകൂടിക്കൊണ്ടിരിക്കുന്ന ചില വ്യാകുലതകളുണ്ട്. അത് അവരെ നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ടിയിരിക്കുന്നു, അവരെ നമ്മൾ എഡ്യൂക്കേറ്റ് ചെയ്യേണ്ടിയിരിക്കുന്നു. അപ്പോൾ അങ്ങനെ അത്തരം ചില ചലഞ്ചസ് ആണ് ഇപ്പോൾ ഉള്ളത് രാഷ്ട്രീയപരമായിട്ട്. അപ്പോൾ അത് നമ്മൾ കൈകാര്യം ചെയ്യണമെന്നുള്ളതാണ് എനിക്ക് സാമൂഹ്യ പ്രവർത്തകരോട് പറയാനുള്ളത്. തീർച്ചയായിട്ടും നല്ലൊരു ലോകം കെട്ടിപ്പടുക്കാൻ സാമൂഹ്യ പ്രവർത്തകർ കൊണ്ട് കഴിയുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. താങ്ക് യു വെരി മച്ച് ഫോർ ജോയിനിങ് അസ്. റമദാൻ സമയത്ത് ഞങ്ങളുടെ പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത്? തീർച്ചയായിട്ടും റമദാൻ സന്തോഷത്തിൻ്റെയും സഹാനുഭൂതിയുടെയും കാരുണ്യത്തിൻ്റെയും ഒക്കെ മാസമാണ്. ഈ മാസത്തിൽ എല്ലാവരും പരസ്പരം ഐക്യപ്പെടുക, സ്നേഹങ്ങൾ പങ്കുവെക്കുക, സന്തോഷം പങ്കുവെക്കുക, കരുതൽ, പ്രത്യേകിച്ച് കരുതലാണ് ഞാൻ ഊന്നി പറയുന്നത്. ജീവകാരുണ്യ പ്രവർത്തനത്തിൽ നിൽക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് ഒരു മനുഷ്യൻ താഴെ വീണ് കഴിഞ്ഞാൽ ഒരു ചവിട്ട് കൊടുക്കാതെ അദ്ദേഹത്തിന് ഒരു കൈ പിടിച്ച് ഉയർത്താൻ നമുക്ക് കഴിയുമെങ്കിൽ, പുഞ്ചിരി കൊണ്ടെങ്കിലും ഒരു മനുഷ്യനെ ആശ്വസിപ്പിക്കാൻ കഴിയുമെങ്കിൽ അങ്ങനെ ചെയ്യണമെന്നാണ് എല്ലാ ആളുകളോടും എനിക്ക് പറയാനുള്ളത്. എന്നോടും എന്നെ കേൾക്കുന്ന ആൾക്കാരോടും പറയാനുള്ളത്. എല്ലാവർക്കും ഒരിക്കൽ കൂടി റമദാൻ ആശംസിക്കുന്നു. അതോടൊപ്പം തന്നെ മാസം 30 അവസാനത്തെ 10ലേക്ക് നമ്മൾ കടക്കുകയാണ്. ഇത് പാപമോചനത്തിൻ്റെ ദിവസങ്ങളാണ്. തെറ്റുകൾ ചെയ്തിട്ടുള്ളവർ, ദൈവത്തിൽ വിശ്വസിക്കുന്നവർ, അത് ഏത് ദൈവമായിക്കോട്ടെ, വിശ്വസിക്കുന്നവർ ദൈവത്തോട് പ്രാർത്ഥിക്കുക, നല്ല കാര്യങ്ങൾ ചെയ്യുക, നല്ലത് സംസാരിക്കുക, നല്ലത് ചിന്തിക്കുക. എല്ലാവർക്കും നന്മ വരട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. Yes, let us forgive, forget and embrace. That is all about Ramadan Connect. On Ramadan Conversations, it was Nisar Kollam, only on the 973 show.